2021 സെപ്റ്റംബർ 19 അതും ഒരു ഓണക്കാലമായിരുന്നു. അന്നാണ് കടശ്ശേരി സ്വദേശിനിയായിട്ടുള്ള ലതിക എന്ന അമ്മയ്ക്ക് അവരുടെ രണ്ടാമത്തെ മകനെ നഷ്ടമാകുന്നത്. ഈ ഓണക്കാലത്തും ആ മകന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോകുമേ. 5 വർഷമാവാൻ പോകുന്നു. 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷമാവാൻ പോകുന്നു. ഇതുവരെ എവിടെ എന്തുവന്നൊരു എത്തും പിടിയില്ലാതെ കിടക്കുന്നു. ആളുണ്ടോ ചത്തോ ഇതൊന്നും അറിയാൻ വയ്യ. ബാക്കിയുള്ള കേസുകളെല്ലാം ഇവർ പോയി കണ്ടുപിടിക്കുന്നില്ല. ഇത് മാത്രം എന്താ ഇവർക്ക് കണ്ടുപിടിക്കാൻ മടിയോ തോന്നുന്നത്? എന്നാലും ബാക്കിയുള്ളവർ പാവങ്ങളായിട്ടായിരിക്കും. ഒന്നേ ജീവനോടുണ്ട്, അല്ലെങ്കിൽ ഇല്ല. എന്നിട്ട് അവർ പറയുന്ന ഇവിടെ എല്ലാം വന്ന് കടന്ന് മാറ്റി കുഴിച്ച് നോക്കുക, ഇവിടെ 2 കുഴിച്ച് വെച്ച് വെക്കുമെന്ന് പറയും. ഈ കാട് അരിച്ചുപെറുക്കുള്ള പരിശോധന നോക്കാൻ ഇനി ഇവിടെ നോക്കാൻ ഇനി ഒരിടവുമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ജീവനോടുണ്ടെങ്കിൽ. കഴിഞ്ഞ കുറേയേറെ കാലമായി സ്വന്തം മകനെ നഷ്ടമായൊരമ്മയുടെ വാക്കുകളാണ്. ഈ സമയത്ത് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയായിരുന്നു. ആ ദിവസം രാത്രി 19-ാം തീയതി തൊട്ട് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അച്ഛനുമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്തുവാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കും അറിയാം. അതുപോലുള്ള അല്ല ഈ സണ്ടയിലിരിക്കുക എന്തുവാന്നൊന്നും നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഒന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കാരണം നമ്മളായിട്ടുള്ള ഒരു ഇതില്ല. എങ്ങനെ വീടുമായിട്ടുള്ള യാതൊരു പ്രശ്നമില്ല, ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. ആരുമായിട്ട് യാതൊരു ചെല്ലില്ല. നാട്ടുകാരടുത്ത് പോലും ഒരു പ്രശ്നമില്ല. ആ വന്ന് അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ വെളുപ്പിന് 5 മണിക്ക് കാണുന്നില്ല. പിന്നെ അങ്ങനെ നോട്ടമായി, അന്വേഷണമായി. പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇത്രയും നാളായി വിവരം വന്നിട്ടില്ല. ഈ രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ ആർക്കുമായില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.